ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ. നമ്മുടെ നാട്ടിൽ ഇന്ന് വ്യാപകമായിട്ട് മാരകമായ രാസലഹരിയുടെ, അതായത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഏത് പ്രായക്കാരിലും നമുക്കൊരു പ്രായം പോലും പറയാൻ പറ്റാത്ത രീതിയിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും സാമൂഹ്യ ബോധമുള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികളെയും വളർന്നു വരുന്ന തലമുറയെയും രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ, ഞാൻ പൊതുവെ ഒരു വീഡിയോയിലും ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാറില്ല. പരമാവധി നമ്മുടെ വാട്സാപ്പിൻ്റെ ഗ്രൂപ്പുകളിലോ, നിങ്ങൾക്ക് ഏത് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലോ എവിടൊക്കെയാണോ നിങ്ങൾക്കൊരു കോൺടാക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് ആ രീതിയിലുള്ള എല്ലായിടത്തേക്കും നിങ്ങൾ ദയവ് ചെയ്ത് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ കാരണം നമ്മുടെ അധ്യാപകർക്കോ ആർക്കാണെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അതോറിറ്റീസിലുള്ള ആരെയെങ്കിലും പരിചയമുണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മുടെ നാട്ടിൽ ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു അറിവാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. കാരണം ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്, നമ്മുടെ വീട്ടിൽ ഒരാൾ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾക്ക് അടിമയാണ് എന്നുണ്ട് എങ്കിൽ നമുക്ക് അതെങ്ങനെ തിരിച്ചറിയാം. അതിന് വേണ്ടിയിട്ട് ആ വീട്ടിൽ തന്നെ നമുക്ക് ചില സൈൻസ് കാണാൻ പറ്റും. ഈ ആളുടെ സ്വഭാവത്തിലും മറ്റും അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഉണ്ടാകുന്ന ചില ചേഞ്ചസിലും നമുക്കിത് അത്യാവശ്യം ഒന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്ന ചില കാര്യങ്ങളാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. പൂർണ്ണമായിട്ട് നിങ്ങളിത് കണ്ട് മനസ്സിലാക്കുക, പരമാവധി ഷെയർ ചെയ്യാനും കൂടി ശ്രമിക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മളിപ്പോൾ ഡ്രഗ്സിനെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ, പണ്ടൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ചിലർ പറയാറുണ്ട്, സ്കൂളുകളിലൊക്കെ പറയും, അപ്പൂപ്പൻ്റെ കളഞ്ഞ മുറുബീഡി എടുത്തിട്ട് ബാത്റൂമിലിരുന്ന് വലിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ചിരിക്കാറ് വരെ ഉണ്ടായിരുന്നൊരു കാലത്തിൽ നിന്ന് മാറി ഇന്ന് വീട്ടിലിരിക്കുന്ന അപ്പൂപ്പനെയോ അല്ലെങ്കിൽ അച്ഛനെയോ അമ്മയോ പോലും തിരിച്ചറിയാൻ പറ്റാത്ത നിലയിലേക്ക് നമ്മുടെ കുട്ടികൾ മാറുകയും അതിനുശേഷം അവരിലുണ്ടാവുന്ന അക്രമവാസനയും കൊലപാതക പ്രവണതയും ഇന്ന് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാം. ഒട്ടനവധി വാർത്തകളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ സിമ്പിളായിട്ട് ചില കാര്യങ്ങൾ കാണിക്കും. നിങ്ങളിപ്പോൾ ഒരു ഫാമിലി, അതായത് ഒരു അച്ഛനോ അമ്മയോ ഒക്കെയാണ് ഈ വീഡിയോ കാണുന്നത്, അല്ലെങ്കിൽ ഒരാളിപ്പോൾ നിങ്ങളിത് കാണുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക. ഇതിന് ശേഷം നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് തുടങ്ങുക എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാനിത് എൻ്റെ പോക്കറ്റിൽ ഞാനൊരു നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതെൻ്റെ കയ്യിലിരിക്കുന്ന ഒരു 200 രൂപയുടെ നോട്ടാണ്. ഞാനിത് എങ്ങനെയാണ് എൻ്റെ പോക്കറ്റിൽ വെച്ചിരുന്നത് കണ്ടോ? നമ്മൾ ഇങ്ങനെയാണ് മടക്കുന്നത്. പക്ഷേ ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഈ നോട്ട് അവർ മടക്കുന്നത് എപ്പോഴും ഈ ഒരു രീതിയിലായിരിക്കും. അതായത് നമ്മുടെ കുട്ടികളുടെ റൂമിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ നമ്മുടെ സുഹൃത്ത് വലയത്തിലോ ആരെയെങ്കിലും നമ്മൾ നോട്ടീസ് ചെയ്യുന്ന സമയത്ത് അവർ സ്ഥിരമായിട്ടിരിക്കുന്ന ഒരു പ്ലേസിൽ ഈ രീതിയിൽ നോട്ട് മടങ്ങിക്കിടക്കുക അല്ലെങ്കിൽ കട്ടിയുള്ള പേപ്പറുകൾ മടങ്ങിക്കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് സെൻറ്ററിൽ അല്ലാതെ ഇങ്ങനെ ഒരു മടക്ക് കാണുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അവരെ നോട്ടീസ് ചെയ്ത് തുടങ്ങാനുള്ളൊരു സമയമാണ്. ഒരിക്കലും അവരിതുകൊണ്ട് യൂസ് ചെയ്യുന്നതല്ല, പക്ഷേ ഒരിക്കലും ഒരു കോമൺ ആയിട്ടുള്ളൊരു മനുഷ്യൻ നോട്ട് ഇങ്ങനെ മടക്കാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത് നിങ്ങൾ ചിന്തിക്കുക. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അവരുടെ മുറിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഈ പേപ്പർ നിങ്ങൾ നോക്കിക്കോളൂ, കണ്ടോ? അതായത് ഇതിങ്ങനെ ചുരുട്ടിയ നിലയിൽ, ഇപ്പം നോട്ട് തന്നെ ആവണമെന്നില്ല, ഇതുപോലെ ഏതെങ്കിലും ഒരു പേപ്പർ നമ്മുടെ ആ ഒരു ആളുടെ മുറിയിൽ ഇതുപോലെ ചുരുട്ടിയ അവസ്ഥയിൽ നമുക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ അവിടെ നമ്മൾ ഈ പറയുന്ന ആളെ നോട്ടീസ് ചെയ്ത് തുടങ്ങേണ്ട ഒരു സ്റ്റേജാണ് എന്ന് മനസ്സിലാക്കുക. അതായത് പേപ്പർ ചുരുണ്ട് ഇപ്പോൾ കാണുന്നുണ്ടോ? ഇതുപോലെ ചുരുണ്ട പേപ്പറുകൾ റൂമിലുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ നോക്കാനുള്ളത്, ഇപ്പോൾ ഇത് ഒരു ATM കാർഡാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ATM കാർഡിൻ്റെ സൈസിലുള്ള എന്തെങ്കിലും ഇപ്പോൾ പ്ലാസ്റ്റിക് കട്ടിങ്ങുകളോ അല്ലെങ്കിൽ ATM കാർഡുകളോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പീസായിട്ട് നമുക്ക് കിട്ടുന്ന രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു വസ്തു അവരുടെ മുറിയിൽ ഒരുപാടെണ്ണം കിടക്കുക. ഇടയ്ക്ക് കാണും, ഇടയ്ക്ക് കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ സെയിം ഒരു ഷേപ്പിലുള്ള ഒരു വസ്തു നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഈ പറയുന്ന ആളെ നോട്ടീസ് ചെയ്ത് തുടങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇവരിൽ ചില ബിഹേവിയറൽ ചേഞ്ചസ് വരും. അതായത് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും എല്ലാ മുറിയിലും അച്ഛനും അമ്മയ്ക്കും വീട്ടിലുള്ള എല്ലാവർക്കും കയറാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. പക്ഷേ ഒരു ചെറിയ ഒരു ഇടവേള കഴിയുമ്പോഴേക്ക് കുട്ടികൾ അവരുടെ മുറിയിലേക്ക് ആരെയും കടത്താൻ അനുവദിക്കുന്നില്ല. ഇനി മുറിയിലേക്കൊന്ന് കയറുകയാണെങ്കിൽ പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരും. അവർ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും സഡനായിട്ട് ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നും. മുറിയുടെ അകത്ത് അസ്വാഭാവികമായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്മെൽ അനുഭവപ്പെടുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ചിന്തയിലേക്ക് പോകണം. ഇനി ഇവരുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പേന, ഞാനൊരു പേന കാണിക്കാം. ഈ അടുത്തിടയ്ക്ക് വന്നൊരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ്. അതായത്
ഈ പേന നമ്മൾ ആരും ശ്രദ്ധിക്കാത്തതാണ്. അതായത് പഴയ പഴയ പേനകളുടെ കവറിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ നമുക്ക് സിഗരറ്റോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള എന്ത് തരത്തിലുള്ള സബ്സ്റ്റൻസ് നമുക്ക് ഒളിപ്പിക്കാനായിട്ട് സാധിക്കും. അതായത് അലക്ഷ്യമായിട്ട് എഴുതാൻ സാധിക്കാത്ത പേനകൾ ഒരുപാട് റൂമിൻ്റെ അകത്ത് കാണുന്നുണ്ട്. എങ്കിലും നമ്മൾ ഈ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന മറ്റ് ചില കാര്യങ്ങളിലേക്ക് വരാം. അതായത് ഇപ്പോൾ ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച്, അതായത് ഇപ്പോൾ സിന്തറ്റിക് ആയിക്കോട്ടെ അങ്ങനെയുള്ള ഏത് ഡ്രഗ് ആണെങ്കിലും പൊതുവേ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരുടെ രണ്ട് തരത്തിൽ ഇതിപ്പോൾ നമുക്ക് ആക്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒന്ന് നമുക്കൊരു തെറാപ്യൂട്ടിക് ആസ്പെക്റ്റിലേക്ക് പോകും. അതായത് ഇപ്പോൾ നമ്മളൊരു മരുന്ന് കഴിക്കുന്ന എല്ലാം ഡ്രഗാണ്, അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിലേക്ക് പോകും. ഇനി സൈക്കോ ആക്റ്റീവ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്കും കൂടി പോകും. അതായത് ഇപ്പോൾ നമുക്ക് ഇൻസോംനിയ, ഉറക്കക്കുറവ്, ഹാലൂസിനേഷൻസ് മുതലായവയ്ക്ക് കഴിക്കുന്നത്. പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ള കെമിക്കൽ ഡ്രഗുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് ഓവറായിട്ട് ഇവരുടെ ബ്രെയിനിൽ ഒരു ചേഞ്ച് കൊണ്ടുവരും. അതായത് ഈ ഒരു സമയത്ത് ആൾക്ക് സംഭവിക്കുന്നത്, നമുക്ക് ഒരാളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, അതായത് അച്ഛനോട് അമ്മയോട് ഇപ്പോൾ മക്കൾ ദേഷ്യപ്പെടും. പക്ഷേ ഈ ഒരു സമയത്ത് നമുക്കൊരു പരിധിയുണ്ട്. അച്ഛനും അമ്മയ്ക്കും കൊടുക്കാനുള്ള, അല്ലെ അധ്യാപകന് കൊടുക്കാനുള്ള, സമൂഹത്തിലുള്ള ഒരു വ്യക്തിക്ക് കൊടുക്കാനുള്ള ഒരു ബഹുമാനം, ആദരവ് ഇതിൽ നിന്ന് മാറിയിട്ടും ഓവറായിട്ട് റിയാക്ട് ചെയ്യുക, അവരെ തല്ലാൻ വരുന്ന ഒരു രീതിയിലേക്ക് മാറുക, അക്രമവാസന കുട്ടികൾ കാണിച്ചു തുടങ്ങുക മുതലായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് പോകും. അതായത് റിലേഷൻഷിപ്പുകൾ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരും. ഇപ്പോൾ അച്ഛന് നമ്മൾ കൊടുക്കേണ്ട ഒരു ബഹുമാനമുണ്ട്, അമ്മയ്ക്ക് കൊടുക്കേണ്ടത്, അധ്യാപകന് കൊടുക്കേണ്ടത്, അങ്ങനെ എല്ലാവർക്കും ഒരു ബഹുമാനമുണ്ട്. പക്ഷേ ഈ ഒരു സ്റ്റേജ് ഇവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നിയമവ്യവസ്ഥിതി, അതായത് ഇപ്പോൾ ഒരു കൊലപാതകം നമ്മൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന ഒരു ശിക്ഷയാണ് കിട്ടുന്നത്. ഒരു മയക്കുമരുന്ന് യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളൊരു മോഷണം നടത്തുക, ഇതിനൊക്കെ നമുക്ക് ഇന്ന ശിക്ഷകളുണ്ട്. അതായത് ഈ പറയുന്നതെല്ലാം ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് എന്നൊരു തിരിച്ചറിവ്. അതായത് നമ്മൾ സ്വതന്ത്രനാണ്, പക്ഷേ എന്നിരുന്നാലും നമ്മളെപ്പോഴും ഒരു നിയമവ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചട്ടക്കൂടിനകത്താണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് ഇത്തരത്തിൽ ഈ മയക്കുമരുന്നുകളും മറ്റും ഉപയോഗിക്കുന്നവരിൽ നിന്ന് നഷ്ടപ്പെട്ടു. അതായത് ഇവർ ആ ഒരു സമയത്ത് മറ്റൊരു പേഴ്സണായിട്ട് ചേഞ്ച് ചെയ്തിട്ടായിരിക്കും ഒരു പക്ഷേ ഇവർ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഇവരിൽ കാണാനായിട്ട് സാധിക്കും. ഇനി ഇത്തരത്തിലുള്ള കുട്ടികളിൽ പെട്ടെന്ന് കാണപ്പെടുന്ന ചില ചേഞ്ചുകൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമ്മൾ അവൻ്റെ ബാഗ് ഒരു ദിവസം നമ്മൾ ചോറെടുത്ത് വയ്ക്കാനായിട്ട് അച്ഛനും അമ്മയും ഓപ്പൺ ചെയ്യാണ്. ഒരിക്കലും ഒരു കുട്ടി റിയാക്ട് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ഉള്ള കുട്ടിയാണെങ്കിൽ അവരുടെ ബാഗ്, അതായത് ഒരു രഹസ്യ സ്വഭാവം ഇവരുടെ എല്ലാ കാര്യത്തിലേക്കും കൊണ്ടുവരുന്നതായിട്ട് കാണാം. നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരിക്കും, പെട്ടെന്ന് ഇവനെ പറ്റിയിട്ട് സ്കൂളിൽ നിന്ന് കംപ്ലയിൻറ്റ്സ് വരുന്നു, ഇവൻ അബ്നോർമലായിട്ട് ആളുകളോട് വഴക്കുണ്ടാക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവൻ്റെ പഠനത്തിലുള്ള ശ്രദ്ധ കുറയുന്നു, ക്ലാസ്സിൽ അലസഭാവത്തിലിരിക്കുന്നു, ഉറക്കം എപ്പോഴും ഒരു മയങ്ങിയ അവസ്ഥയിൽ കുട്ടി ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്ക് നമ്മൾ ഇവരുടെ ബോഡി ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് കുട്ടികളിൽ ചിലപ്പോൾ നീലിച്ച നിറത്തിലുള്ള പാടുകൾ ശരീരത്തിൽ കാണാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഇഞ്ചെക്ഷൻസ് പോലെയുള്ള എന്തെങ്കിലും എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഒരാൾക്ക് സ്വന്തമായിട്ട് ഒരു മെഡിക്കൽ സഹായം ഇല്ലാതെ എടുക്കുന്ന ഇഞ്ചെക്ഷൻസിൽ എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ നീലിച്ച നിറത്തിലുള്ള പാടുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അത് പിന്നെ നീലിച്ച് കറുത്ത നിറത്തിലേക്ക് പോകും. അപ്പോൾ ഇത്തരത്തിൽ ബോഡിയിൽ എന്തെങ്കിലും തരത്തിലുള്ള മാർക്കിങ്ങുകൾ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. പിന്നീട് ഇവർക്കുണ്ടാവുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആരോട് സഹകരിക്കില്ല, എപ്പോഴും ഒരു റൂമിൻ്റെ അകത്ത് തന്നെ ഇരിക്കുക. മൊബൈൽ ഫോണിൽ ഒരുപാട് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കാനുള്ള ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുറക്കുമ്പോൾ അതിൻ്റെ അകത്ത് അറിയാമല്ലോ നിങ്ങളുടെ പ്രായം ചോദിക്കും. അപ്പോൾ ആ ഒരു രീതിയിലൊരു പ്രായമുണ്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നതിനായിട്ടുള്ള. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ അച്ഛനും അമ്മയ്ക്ക് ഇപ്പോൾ ഗൂഗിളിൽ തന്നെ പാരൻറ്റ് കൺട്രോൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ആ പാരൻറ്റ് കൺട്രോൾ ഓൺ ചെയ്തിടുക, നിങ്ങളുടെ ഫോൺ കുട്ടിക്ക് കൊടുക്കുക. കുട്ടിക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു ഫോൺ വാങ്ങി കൊടുക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 18 വയസ്സ് വരെ കുട്ടികൾക്ക് മൊബൈൽ ഫോണിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ വിളിക്കാനാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുവരെ ഉള്ളവർക്ക് ഒരു കീപാഡുള്ള ഫോൺ വാങ്ങി കൊടുത്താൽ മതി, ബാക്കി ആവശ്യത്തിന് അച്ഛൻ്റെ അമ്മയുടെ ഫോൺ ഉപയോഗിച്ചാൽ മതി എന്നൊരു നിലപാടിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് മെച്യൂരിറ്റി എന്ന് പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. അവനത് മര്യാദയ്ക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ കൊടുക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല. അപ്പോൾ നമുക്കൊരു സംശയം തോന്നിയാൽ സ്പോട്ടിൽ ഇത് നിർത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ഇനി ഇവർക്ക് ആഹാരത്തോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നും തോന്നത്തില്ല. അതുപോലെ തന്നെ ഇവരെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവരുടെ വായു പെട്ടെന്ന് ഡ്രൈ ആവുന്നു എന്നൊരു കംപ്ലൈൻറ്റ് നിങ്ങളോട് പറയും. കണ്ണിൽ എപ്പോഴും ഒരു ചുവപ്പ് നിറം കാണുന്നുണ്ട്. അതായത് ഇടയ്ക്ക് ചുവപ്പ് പെട്ടെന്ന് വരും,
പിന്നെ ഈ ചുവപ്പ് കാണത്തില്ല. അതായത് ഇവർക്കൊരു ഈ പറയുന്ന പോലുള്ളൊരു പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ശരീരത്തിൻ്റെ വെയിറ്റ് പെട്ടെന്ന് ലോസ് ആവുന്നത് പോലെ തോന്നാനുള്ള സാധ്യതയുണ്ട്. ഒന്നിലും ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അതായത് എന്ത് കാര്യം എഴുതാൻ പറഞ്ഞാൽ ഇവർ എഴുതില്ല. ഹോംവർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു രീതി ഇവർ കൊണ്ടുവരത്തില്ല. പെട്ടെന്ന് ഫോണിൽ ആരെങ്കിലും ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആരോടും ഒന്നും പറയാതെ പുറത്തേക്ക് പോകും. കുറേ കഴിയുമ്പോഴേക്ക് വീട്ടിൽ വരും. ചോദിച്ചാൽ അവ്യക്തമായ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മറുപടി നമുക്ക് തരുന്നുണ്ട്. ഇവിടെയൊക്കെ നോട്ടീസ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് എന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ചില തെറ്റുകൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് അധ്യാപകർക്ക് മാക്സിമം കൺട്രോൾ കൊടുക്കുക. ഒരു അധ്യാപകൻ ഒരു കുട്ടിയെ ഒരു കാര്യത്തിന് തല്ലി, എനിക്കൊക്കെ ഒരുപാട് അടി കിട്ടിയിട്ടൊക്കെ പഠിച്ചിട്ടുള്ള ആൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ അറിയാം, അധ്യാപകരെന്ന് പറഞ്ഞാൽ നമുക്കൊരു പേടിയാണ്. ഇന്ന് നമുക്ക് എന്തിനും എതിർക്കാനുള്ള ഒരിതുണ്ട്. അതായത് അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം. വീട്ടിൽ 1-2 മക്കളേ ഉള്ളൂ, അവരെ നമ്മൾ അമിതമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. കുട്ടിയെ അധ്യാപകൻ തല്ലി എന്ന് പറഞ്ഞിട്ട് അധ്യാപകനെ പോയി തിരിച്ച് വഴക്ക് പറയുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ അധ്യാപകൻ ആ കുട്ടിയോടുള്ള കെയർ കുറയുകയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടി ഒരു തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു വടിയെടുത്ത് തല്ലാം. അതുപോലെ തന്നെ ഒരു അധ്യാപകനാണെങ്കിൽ ഒരു ക്ലാസ്സിൽ 50 പേരുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ നന്നാക്കാൻ പറ്റും. ഒരു അധ്യാപകന് ഒരു ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ ഒരു സ്കൂളിലുള്ള ഒട്ടനവധി വിദ്യാർത്ഥികളെ നന്നാക്കാൻ, അതായത് നല്ല രീതിയിൽ അച്ചടക്കത്തോടെ വാർത്തെടുക്കാനായിട്ട് അവർക്ക് സാധിക്കും. അപ്പോൾ അത്തരത്തിൽ അധ്യാപകരെ നമ്മൾ കൂടുതലായിട്ട് കുട്ടികളെ പറ്റിയിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അവർക്ക് എവിടെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നുള്ളത് തീരുമാനിക്കാനുള്ളത് അധ്യാപകരാവണം എന്നൊരു കാര്യം കൂടിയുണ്ട്. വടി എടുക്കേണ്ടിടത്ത് വടി തന്നെ എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലൊന്ന് അച്ഛനും അമ്മയും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മുടെ കുട്ടികൾ നമ്മുടെ വീട്ടിൽ ചിലവഴിക്കുന്ന സമയം എത്രയാണ്? അവർ വൈകിട്ട് ഒരു 6 മണി ഒക്കെ ആകുമ്പോഴായിരിക്കും, ചിലപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ട്യൂഷനും പോയി 6-6:30 മണിയാകുമ്പോഴായിരിക്കും ഇവർ തിരിച്ച് വീട്ടിൽ വരുന്നത്. പിന്നെ ഹോംവർക്ക് കാര്യങ്ങളെല്ലാം ഒക്കെ ആയിട്ട് അവർ കിടന്നുറങ്ങും. രാവിലെ ചിലപ്പോൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഇവർ പഠിക്കാനായിട്ട് പോകും. അതായത് ഇവർ ഉണർന്നിരിക്കുന്ന ഏറ്റവും കൂടുതൽ സമയം ഇവർ സ്പെൻഡ് ചെയ്യുന്നത് ഇവരുടെ സ്കൂളിലും മറ്റുമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇവരുടെ സുഹൃത്ത് ബന്ധങ്ങൾ എന്താണ്, ഇവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, എന്താണ് ഇവരുടെ ആക്ടിവിറ്റീസ് എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഇവർ ക്ലോസ് വാച്ച് ചെയ്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കൂട്ടം എന്ന് പറയുന്നത് എപ്പോഴും അവരുടെ അധ്യാപകരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അധ്യാപകർക്ക് എപ്പോഴും കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ ഒരു വലിയ സ്ഥാനം തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടി വീട്ടിലേക്ക് വന്ന് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ബിഹേവിയറൽ ചേഞ്ച് കാണിച്ചാൽ ആദ്യം നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കാനുള്ളത് അവരുടെ അധ്യാപകരുമായിട്ടാണ്. അപ്പോൾ അധ്യാപകരുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ ഇവൻ്റെ കൂട്ടുകെട്ട് എന്താണ്, ഇവൻ എങ്ങനെയാണ്, സ്കൂളിൽ എല്ലാ കാര്യവും അറിയാം. അതിനുശേഷം ഇവനെന്ന് മാത്രമല്ല ഇവളും ആവാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ കൂട്ടുകെട്ടും പറ്റുമൊക്കെ നമുക്കറിയാനായിട്ട് പറ്റും. അതിനുശേഷം ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം വീട്ടിലുണ്ടാവുന്നുണ്ട് എങ്കിൽ ഇവർക്ക് കൗൺസിലിംഗ് നമുക്ക് കൊടുക്കാൻ പറ്റും. എക്സൈസ്, കേരള പോലീസ്, അങ്ങനെ അതുപോലെ തന്നെ ഡോക്ടേഴ്സ്, മെഡിക്കൽ ഫീൽഡ്, അങ്ങനെ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും ഇത്തരത്തിലുള്ള കുട്ടികളെയും മുതിർന്നവരെയും, അതായത് ലഹരിക്കടിമയായിട്ടുള്ള എല്ലാവരെയും സഹായിക്കാൻ വേണ്ടിയിട്ട് 100% സന്നദ്ധമായിട്ട് ഇന്ന് നമ്മുടെ കേരളത്തിൽ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ യൂസ് ചെയ്യുക. ഇതിൻ്റെ സോഴ്സ് എന്താണെന്ന് കണ്ടെത്തിയിട്ട് നമ്മൾ മാക്സിമം ഇതിനെ പുറത്ത് കൊണ്ടുവന്ന് ഇതിൻ്റെ ആ ഒരു ലിങ്ക് നമ്മൾ കട്ട് ചെയ്ത് കളയാനാണ് നോക്കാനുള്ളത്. അതായത് ഇത്തരത്തിലൊരു തലമുറ ഉണ്ടായതിനു ശേഷം പിന്നീട് നമ്മൾ മയക്കുമരുന്ന് നിരോധിച്ചതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ റൂട്ട് കണ്ടെത്തി അവിടെ ആണ് നമ്മൾ ഇതിനെ സ്റ്റോപ്പ് ചെയ്യേണ്ടത് എന്നുകൂടി ഞാൻ പറയുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും ചേഞ്ചസ് വീട്ടിൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ പറ്റിയിട്ടൊന്ന് അന്വേഷിക്കണം എന്നുകൂടി പറയുകയാണ്. പരമാവധി ഈ ഒരു അറിവ് നിങ്ങൾ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.